നമുക്കൊരു യാത്ര പോകാം അല്ലേ? ചുമ്മാ അടിച്ചു പൊളിക്കാന്ന് കോപ്പ്. അതെ, ക്രിസ്മസ് അല്ലേ? അയ്യോ, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, അടി കിട്ടും. അതെന്താ? അത് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, VHP-കാരോ, വിശ്വ ഹിന്ദു പരിഷത്ത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നും പറഞ്ഞ് മൊത്തം ഹിന്ദുക്കളുടെ കോൺട്രാക്ട് ഒന്നും ആരും ഏറ്റെടുക്കണ്ടെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാ. അതെന്തായാലും വേണ്ട. ഇതും പിന്നെ എന്താ, ഹിന്ദു കുട്ടികൾ തലയില് മറ്റേ സാന്റാക്ലോസ് വെക്കുന്ന തൊപ്പിയില്ലയോ, അത് വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഊളകള്. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അത് BJP-ക്കും സുരേന്ദ്രനും ഇട്ട് പണി കൊടുത്തതാ. ആരെങ്കിലും പണിഞ്ഞത്, ആരാണ്ട് കാശ് കൊടുത്ത് ജയിച്ചതാ അത്. പിന്നെ അവരങ്ങനെയൊന്നും പറയുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരതൊന്നും ചെയ്തൊന്നുമില്ല. ഇപ്പൊ നമുക്ക് BJP നമുക്കും BJP വിരോധമൊക്കെ ആകാം, പക്ഷെങ്കില് ഒരു കാര്യങ്ങൾക്ക് നമുക്ക് അതെ, ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു കാര്യം അവര് BJP-ക്കാര് എന്തായാലും ചെയ്യില്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർക്ക് ആ പാർട്ടിയോട് വല്ല കലിപ്പോ വല്ലതും കാണണം. പിന്നെ VHP-യുടെ ലേബലില് BHP-ക്കാരും അതൊന്നും ചെയ്യത്തില്ല, കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്യത്തില്ല. കാര്യം കേരളത്തിൽ അവര് പിന്നെ BJP-യുടെ സപ്പോർട്ടിൽ നിൽക്കുമ്പം അവരാരും ചെയ്യുവോ? ചെയ്യത്തില്ല. അപ്പം പിന്നെ അവർക്ക് ആവശ്യമുള്ള സ്ഥലമാണ് കേരളം. ഏതെങ്കിലും മലരിന് അങ്ങനെ കരുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ, തടയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൊണ്ടൊന്ന് തടുത്തിട്ട് പോകും. നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാ, അടിച്ചു പൊളിക്കാൻ പോവാ. പറ്റുമെങ്കിൽ വന്ന് തടാ. നമ്മള് തൊപ്പി വെച്ചിട്ടില്ലെന്നില്ല, അത് കാക്കന്മാരുടെ തൊപ്പി വെച്ചാലും മതി. പിന്നെ ഏതായാലും വേണ്ടില്ല, എല്ലാം തൊപ്പിയല്ലേ. ക്രിസ്മസിന്റെ ആകുമ്പോ ചുവപ്പ്. ക്രിസ്മസിന്റെ ആകുമ്പോ ചുവപ്പ്. അപ്പൊ അത് ചുവന്ന വെച്ചാ പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ആവത്തില്ലേ? കമ്മ്യൂണിസ്റ്റ് വിരോധം ഉള്ളതുകൊണ്ട് നമ്മളത് വെക്കാത്തത്. പിന്നെ നമുക്ക് ഭയങ്കര വിരോധമില്ല, ശത്രുക്കളില്ലേ അവര്. എന്തൊക്കെയാണ് ചില പലരന്മാര് പറയുന്നേ. നമ്മുടെ വിശ്വാസം നമുക്ക് നമ്മളേത് പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കും, പ്രേക്ഷകര് മാത്രം തീരുമാനിച്ചാൽ മതി. അല്ല, നമ്മൾ തീരുമാനിക്കുന്നില്ല. പ്രേക്ഷകര് പറയുകയാണ് നിങ്ങൾ BJP ചേർന്ന് നമ്മൾ BJP പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. നമുക്ക് അതിന് വിഷമമൊന്നുമില്ല, എവിടെ വേണേലും പോവാം. എനിക്ക് തോന്നുന്നേ ഇത് സുരേന്ദ്രനും BJP-ക്കും പക്ക പണി കൊടുത്തതാ. വേറൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടില് ഇച്ചിരി കാശും കള്ളും കൊടുക്കാന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരം ചെയ്യാനും ആളുണ്ട്, അല്ലേ? അപ്പം പിന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടാക്കുന്നതിന് വലിയ ഇഷ്യൂ വേണോ? ക്ലാസ് ആക്കണം, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് കേരളം ഉണ്ടായത്. കേരളം ഇനി ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ ഈ BJP വിരോധികൾക്ക് മനസ്സിലാകും ഇത് ശരിക്കും ട്രാപ്പ് ഇട്ടതാണ്. ഞാൻ അതിന് വലിയ അർത്ഥമൊന്നും, ഞാൻ ആ വാർത്ത രാവിലെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, 24-ലെ മറ്റോ ഞാൻ ആ വാർത്ത കണ്ടേ, അപ്പോഴേ എനിക്ക് തോന്നി ഇത് പക്ക ഉടായിപ്പ് സംവിധാനമാണ്. സുരേന്ദ്രനൊക്കെ എത്ര ഇത് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയത്തില്ല. അത് തന്നെയല്ല, അവർക്ക് ഇപ്പം പണി കൊടുക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്നേഹയാത്ര എന്നും പറഞ്ഞ് അവരൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അത് ക്രിസ്മസുമായിട്ട് അനുബന്ധമായിട്ട് തുടങ്ങിയതാ. അവര് തുടങ്ങിയപ്പോ അത് പൊളിക്കാൻ വേണ്ടി കൊടുത്ത പണിയായത്. അത് XY ആരും ആകാം ആ കൊടുത്ത പണിയുടെ മുതലാളിമാര്. അത് പോട്ടെ, നമ്മള് നമ്മുടെ കാര്യത്തിലിട്ട് നമ്മുടെ ഈ NCC ക്യാമ്പിൽ ഒരു വിഷയം ഉണ്ടായത്, ഞാൻ അത് കൃത്യമായിട്ട് എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്യാമ്പിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവിടെ എല്ലാം ഈ അഴിമതി ഒരു ഘടകമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ട് അവർക്ക് B.Ed, M.Ed, ഡോക്ടറേറ്റും ഒക്കെ വേണം, വേണ്ടേ? കേരളത്തില് സർക്കാരിലേക്ക് സാറുമാരെ എടുക്കുള്ളൂ. പക്ഷെ ഈ പിന്നെ എന്താ പറയുന്നേ, NCC-യുടെ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും വേണ്ടേ? കണ്ടോ, മലയാളികള് കൊണ്ടുവന്ന് തമിഴിന്റെ ആസനത്തിൽ കൊണ്ടുവന്ന് വേസ്റ്റ് തല്ലി കിട്ടുന്ന പണി ഇതുകൊണ്ട് കണ്ടോ? ഇത് കാണത്തില്ല, ഇല്ലയോ? ക്യാമറ തിരിഞ്ഞിരിക്കുക. അതും സാരമില്ല, അത് നിങ്ങളുടെ യോഗമാണ്. മൊത്തം അവര് കണ്ടെയ്നർ പൊളിച്ച് നോക്കുവാ ഇപ്പം. തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റിലോട്ടാ കേറുന്നേ. എങ്ങനെയുണ്ട് പണി? തന്നെ. ഇതൊക്കെ കാണുന്ന നമുക്ക് ഭയങ്കര സുഖം. മാറ്റടാ കോപ്പിനെ വന്ന് എന്ത് പോയി കാണിക്കുന്നേ? ഇങ്ങനത്തെ എന്നെ കൊല്ലാൻ പറ്റുവാന്ന് ഓടയൊക്കെ എടുത്തുള്ളൂ, പാട്ടയൊക്കെ എടുത്തുണ്ട്. അല്ല, നമ്മുടെ ആണല്ലോ പാട്ടയൊക്കെ. അവൻ കയറി ഇറങ്ങി നമ്മുടെ നെഞ്ചത്തോടെ അങ്ങ് പോകും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ആക്സിഡന്റ് കണ്ടില്ലേ? 5-6 പേര് കുഞ്ഞുങ്ങൾ സഹിതം. ഒരു ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല. അതാണ് ആഡംബര കാറാണ്. അല്ല, ഈ ആഡംബരമൊക്കെ വെറുതെ ഇല്ലയോ? എത്ര ആഡംബരം ഉണ്ട്, എത്ര സേഫ്റ്റി ഉണ്ടെങ്കിലും കണ്ടെയ്നർ വീണ് കഴിഞ്ഞാൽ തീർന്നു.
അവർക്കൊരു ശ്വാസം വിടാൻ സമയം കിട്ടിയില്ല, മൊത്തം ചപ്പിപ്പോയി. അത് നമുക്കും കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ മണ്ടയിലോട്ട് ഒരു കണ്ടെയ്നറോ ഈ പോകുന്ന ടിപ്പർ 50 ടണ്ണ് ചരലുമായിട്ട് പോകുന്ന ടിപ്പറൊക്കെ നമ്മുടെ മണ്ടയ്ക്കോട്ട് വീണ നമ്മള് പിന്നെ പൊടിയുണ്ടോ? അത് ഈ റോഡിന് ആ ടിപ്പർ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊരു സത്യമാണ്, തുണിയില്ലാത്ത സത്യമാണ്. ആരും കേക്കട്ടെ കേട്ടോ, രഹസ്യമായിട്ട് പറഞ്ഞ. അപ്പൊ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 14 വീല് വരെയുള്ള പിന്നെ വണ്ടിക്ക് ഒരു 15 ടണ്ണാണ് അതിന്റെ കപ്പാസിറ്റി. അല്ല, റോഡിന്റെ ഇതിന്റെ കപ്പാസിറ്റി മാക്സിമം 25 ടണ്ണ്. വണ്ടിയുടേത് 40 ടണ്ണാണ് കൊണ്ടുപോകുന്നത്. വണ്ടിയിൽ കൊണ്ടുപോകുന്നത് പാറ ഉൽപ്പന്നങ്ങൾ ആകാം. ഇല്ല, ആകാൻ പാടില്ല. 40 ടണ്ണ് കയറ്റാൻ പാടില്ല. ഈ റോഡിൽ കയറാൻ പാടില്ല. പിന്നെ നമ്മുടെ RTO ചെക്ക് പോസ്റ്റിന് ഒരു നിയമമുണ്ട്, അത്രയും പിന്നെ കയറ്റാൻ പാടില്ല. മിനിമം ലോഡ് മാത്രമേ കയറ്റാൻ പാടുള്ളൂ. അതെ. അപ്പൊ ആ മിനിമം ലോഡ് അല്ല ഇതിലേ പോകുന്നത്. ഇതെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. നമ്മുടെ ചാറന്മാർക്കൊക്കെ ചില്ലറ മേടിക്കണ്ടേ? അവർക്ക് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണ്ടേ? ഇങ്ങനെന്തൊക്കെ പറയാതെന്ന്. ഇതില് പിന്നെ ഇവിടുന്നൊരു പിന്നെ ബില്ല് കൊടുക്കും. അതിനകത്ത് കൃത്യമായിട്ട് തൂക്കം രേഖപ്പെടുത്തി വേണം കൊടുക്കാൻ. അതിനകത്ത് ഒരു ഉടായ്പുണ്ട്. അവരൊരു തൂക്കം, ഇവര് പറയുന്ന തൂക്കം അങ്ങ് കൊടുക്കുവാണ് ചെയ്യുന്നത്. അതെ. അല്ല, അവിടെ ഇപ്പൊ ഒരു പിന്നെ ഇവരുടെ ഇത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് സർക്കാരിനും ഗുണമുണ്ട്, ഇരിക്കുന്ന പോലീസുകാർക്കും ഗുണമുണ്ട്, ബന്ധപ്പെട്ടവർക്ക്. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു വിഷയം NCC ആണ്. അത് കുറെ അത് അവിടുത്തെ അഴിമതിയൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ ഫുഡ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ഈ 10 ടണ്ണിന്റെ കണ്ടെയ്നറിനകത്തൊക്കെയാ ചത്ത കോഴിയെ ഡ്രസ് ചെയ്ത് കൊണ്ടുവരുന്നത്. മാറ്റി കൊണ്ടുപോടാ, കൊല്ലാൻ വരുമെന്നൂടാ പുറകെ കൊണ്ടുവന്ന് പെപ്പെ വെച്ച്. ഇത് നോക്കണ കഴിഞ്ഞല്ലേ പറഞ്ഞു. അപ്പൊ ഈ ഫുഡ് അവര് തന്നെ തയ്യാറാക്കിയതാണ്, അത് പുറത്തുനിന്ന് വാങ്ങിയതാണ്? അല്ല, ഇത് അവര് തയ്യാറാക്കുന്നതായിരിക്കും. അവര് തയ്യാറാക്കിയത്. അതായത് അവിടുത്തെ കുട്ടികളൊക്കെ പിന്നെ തയ്യാറാക്കിയതാണ്? കുട്ടികളായിരിക്കില്ല, അതിനൊക്കെ അവിടെ പ്രൊവിഷൻ കാണും. കാണുമല്ലേ? പാചകക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്യും. അപ്പൊ പിന്നെ അതിനകത്ത് എങ്ങനെ ഈ പിന്നെ സാധാരണ ഈ പട്ടാളത്തിന്റെ ഒരു സിസ്റ്റത്തിനകത്ത് ഈ ഫുഡ് പോയിസണിങ് എന്ന് പറയുന്ന ഇപ്പൊ ഈ നടന്ന സംഭവം ഉണ്ടാകാറില്ല. ഉള്ളത് വേണം നമ്മൾ പറയാൻ. അതങ്ങനെ ഉണ്ടാകാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനെല്ലാം കൃത്യമായ പ്രോപ്പർ വേ ഉണ്ട്. നിങ്ങളൊരു പട്ടാളക്കാരനായതുകൊണ്ട് അതിനകത്ത് അഴിമതിയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് തരാൻ 350 ഗ്രാം ഇറച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് 50 ഗ്രാമേ കിട്ടുള്ളൂ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. പക്ഷെ മറ്റേ ഫുഡിനകത്ത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളോട് അറിയേണ്ട ഒരു കാര്യമാണ്. ഈ പട്ടാളക്കാർക്ക് കുടിവെള്ളം വരുന്ന ജലസംഭരണിയില്ലേ, ആ ജലസംഭരണികൾക്കെല്ലാം രാത്രിയും പകലും കാവല് കാണും. 24 മണിക്കൂർ കാവല്. അതെന്തിനാണെന്നറിയാവോ? പണ്ടത്തെ പിന്നെ പട്ടാളക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന, ഇപ്പോഴല്ലേ ന്യൂ ടെക്നോളജി ഒക്കെ വന്നേ, ഫൈറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന പണിയായിരുന്നു ഈ പിന്നെ വെള്ളത്തിനകത്ത്, കുടിവെള്ളത്തിനകത്ത് വിഷം കലർന്നു. അതുണ്ടാകാതിരിക്കാനാണ് എല്ലാ ദിവസവും ഈ പട്ടാളക്കാർക്ക് പോകുന്ന കുടിവെള്ളത്തിന്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. കണ്ടിപ്പ ഉണ്ടാവും. ആ കണ്ടിപ്പ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വന്നില്ലേ? അതാ തമിഴ്നാട്ടിൽ വന്നിട്ട് മണം വീണത് അല്ലയോ? നമ്മള് ചിന്ന തമിഴെല്ലാം പേശി തുടങ്ങി. കൊള്ളാം. രണ്ട് ഇവിടെ നിന്നായിരുന്നു പണ്ടില്ലേ പിന്നെ ആ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത തന്തയും തള്ളയും മോളെ കൂടെ. അപ്പൊ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അവര് അയച്ചു ചെയ്യും. കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ അങ്ങനെ കണ്ട നമുക്ക് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും തന്നെ ഒരുപാട് ആലോചിക്കാൻ കിടക്കുന്നത്. ഇനി നാട്ടുകാരുടെ ഒക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ അന്വേഷിക്കാനിരിക്കുന്നത്. ഒരു പിന്നെ ന്യായമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര പാഴാ, വേസ്റ്റ് ആയിപ്പോയി. എന്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും. എന്റെ നിങ്ങള് അടിച്ചു പൊളിച്ച് ചെയ്യുകയല്ലയോ? വേണ്ട, അവൻ നമ്മളെ ഇട്ട് പിപ്പി അടിച്ചിട്ട് ഈ മോനെ പൂമോനെന്ന് പറഞ്ഞ മറ്റേത് മോനല്ലേ കേട്ടോ, പുന്നാര മോനെന്നായത്. അതാണ് നമ്മളെ മുമ്പിൽ തന്നെ കിടന്ന് പിന്നെ പപ്പ അടിക്കുക. നല്ല കാര്യമുണ്ടോ? എപ്പോഴും പിടിച്ചോടിയിട്ട്. ഈ ഡ്രൈവർമാരുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കാല് വെച്ച് അങ്ങ് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉടനെ പറന്നങ്ങ് ചെല്ലുക എന്നുള്ളതാ. എന്തോ ചെയ്യാനാ? അവര് ഡ്രൈവർമാർ നന്നാകത്തൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ ഒരിക്കലും നന്നാകത്തില്ല. എന്തോ അഹങ്കാരം അഹന്തമായിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മുടെ സ്വകാര്യ വണ്ടിയാണല്ലോ, ഇല്ലയോ? നമ്മുടെ സ്വകാര്യ വണ്ടിയാണ്. ആണ്. അപ്പൊ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ആകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, തമിഴ്നാട്ടിലൊക്കെ വന്ന് നമ്മൾ വെളച്ചിൽ കാണിച്ച തല്ല് കിട്ടും.
അത് കിട്ടും. അത് കഴിഞ്ഞ ദിവസം അഫ്സല ഓർമ്മിപ്പിച്ചേ. തമിഴ്നാട്ടിലൊക്കെ വന്ന് കിടന്ന് അഭ്യാസം കളിച്ചു കഴിഞ്ഞാൽ ഒരു മയമില്ലാത്തതല്ല. നമ്മള് പിന്നെ ഞാനിവിടെ ബോർഡർ താമസിക്കൊണ്ട് നമുക്കറിയാം. അറിയാലേ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് തല്ലി മേടിച്ചോണ്ട് പോകുന്നു മലയാളികള്. എന്നിട്ട് അവിടെ പോയി മിണ്ടുകയല്ല. അല്ല, ആരോടും പറയത്തില്ല. പറഞ്ഞ നാണക്കേടല്ലേ. പിന്നെ അതിനൊക്കെ തല്ല് കൊള്ളുന്നതിന് ജ്ഞാനമില്ല. അത് കൊണ്ടെന്നുള്ളത് നാട്ടുകാരോട് പറയുന്നതിന് പിന്നെ ജ്ഞാനം കേടാകും. നമ്മുടെ കേരളത്തിൽ എത്രയും സുഖാസകമായിട്ടുള്ള നല്ല അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ കളഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ തണ്ടാൻ വരുന്നത്. ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത. വേറൊരു കാര്യമുണ്ട്, തമിഴ്നാട്ടില് ഈ കടകളിലൊക്കെ നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും എന്നാണ് പറച്ചില്. പക്ഷെ അത്രയൊന്നും ഇല്ല. നമ്മളിവിടുന്ന് വാങ്ങിച്ച് വണ്ടിക്കൂലി മുടക്കി അവിടെ നിന്ന് ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന ആ ഒരു. അത് GST ഇല്ലാത്ത ബില്ലാ കൊടുക്കുന്നത്. അപ്പൊ GST വിഴുങ്ങുകയാണ് ചെയ്യുന്നത് കടക്കാര്. നമ്മുടെ നാട്ടിൽ പിന്നെ കടക്കാര് പിന്നെ അരിച്ചന്ദ്രന്റെ മക്കളായതുകൊണ്ട് അവരാ GST ഒന്നും വിഴുങ്ങത്തില്ല. അഥവാ അവര് വിഴുങ്ങുകയാണെങ്കിലും കക്ഷികളുടെ നിന്ന് മേടിച്ചിട്ടങ്ങ് വിഴുങ്ങിക്കും. സർക്കാരിന് കൊടുക്കത്തില്ല. സർക്കാരിനോട് പറയാൻ മോചിക്ക് വന്നു. അതിപ്പം ബില്ലായതുകൊണ്ട് പിന്നെ ചെന്നൈ തീരുമെന്ന് തോന്നുന്നു. എന്താ ബില്ലായാലും അതെല്ലാം പണ്ണ മുടിയുമേ. നമ്മളൊക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ നമ്മളെല്ലാം ഹെവി തമിഴ് താൻ പേസുമേ. എടാ ഒന്ന് പതിയെ പാടാ ചേർക്കാ, ഞങ്ങളൊന്ന് ക്രോസ് ചെയ്ത് പോട്ടറാ. പുതിയ ബോർഡ് വെച്ചത്. അല്ല, അതെന്തിന്റെയാ പിന്നെ മറ്റേ അവിടെ ഇത് മേളിൽ കൂടെ ക്രോസ് ചെയ്തൊരു ബോർഡ് നമ്മുടെ പിന്നെ ഇന്നടുത്തോട്ട് അതിടിച്ച് പറിച്ചു. സൈൻ ബോർഡ് അതൊക്കെ നോർമൽ മൈനർ ഇഷ്യൂ അല്ലേ. അതല്ല, അല്ലാതെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവര് ഈ അന്നദാനം ചെയ്യുന്നതിന്റെ. അതെനിക്കൊന്ന് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ അതാണ് അന്നദാനം. മലയാളത്തിലെല്ലാം എഴുതി പോട്ടിരിക്കുക. വേണേ നമ്മൾ പോയാലും നമ്മൾ സാപ്പിട മുടിയുമേ. മാലയിട്ട് ഇതുപോലെ കറുത്ത മുണ്ടൊക്കെ കൊടുത്ത് പോണം. അല്ല, മുണ്ട് കറുത്തത് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും മുണ്ട് മതി. മാല വേണ്ടേ? മാല വേണ്ടേ? മാലയ്ക്ക് വേണമെന്നുണ്ട് തമ്പ്രാക്കൾ ഇടുന്ന ഒരു നൂലിട്ടാലും മതിയല്ലോ. എല്ലാം മാലയല്ലേ. തമ്പ്രാക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായില്ല. അത് കഴുത്തേ കൂടെ നൂലിടുന്ന തമ്പ്രാക്കന്മാരുണ്ട്, നമ്പൂതിരിമാര്. അതൊരു നൂല് മേടിച്ചിട്ടാലും മതി, അത്യാവശ്യം കാര്യം നടക്കും. എന്നെ കാണുന്നൊരു വട വിചാരിച്ചോളല്ലോ നമ്മളും തമ്പുരാനാണ്. ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സേവനമല്ലേ. നമ്മള് ജാതി കൂടിയതായാലും കുറഞ്ഞാലും നമ്മള് തമ്പുരാൻ തന്നെ. നമ്മുടെ അടുത്ത ജാതിയൊക്കെ പറഞ്ഞോണ്ട് വരുന്നതിന് നമ്മള് ചൂലെടുത്തടിക്കും. പറ്റി അടുത്തെങ്ങാനും വന്നിരിക്കുകയാണെങ്കിൽ ഒറ്റ തൊഴി കൊടുക്കും. ജാതിയൊക്കെ നീ നിന്റെ വീട്ടിൽ വെച്ച് എടുത്തോളാൻ പറയുന്നത്. അല്ല, അഫ്സലിന്റെ വീഡിയോകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ വീഡിയോയിൽ ഉപയോഗിക്കാത്തൊരു വാക്കാണ് ആദിവാസി അല്ലെങ്കിൽ മറ്റ് സമുദായക്കാരെ. ഇതൊക്കെ അത് മോശമായ വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലും ഭേദമാണ് അവരുടെ ജാതി വേണേ പറയാം. കാര്യം അത് ഒരു വ്യവസ്ഥാപിതമായി പോയതുകൊണ്ട് നമുക്ക് അത് വേണേ പറയാം. പക്ഷെ അവരെ ഈ ആൾക്കാര് പട്ടികജാതിക്കാരെന്നും ആദിവാസികളെന്നും എന്നൊക്കെ പറയുന്നത് അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മുടെ ഭരണഘടന എഴുതി വെച്ചേക്കുന്നതിനകത്ത് ചേർത്തേക്കുന്ന വാക്കുകളാണ്. പക്ഷെ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. ഇത് പിന്നെ എന്താ പറയുന്നത്, 2025 ആകാൻ പോവില്ലയോ. കുറച്ച് ദിവസം കൂടെ അവിടെ ഇതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞു. അല്ലാതെ അവരെ അങ്ങനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആൾക്കാർ വന്നോട്ടെ എല്ലാം ശരിയാവും. മിക്കവാറും എല്ലാം ശരിയാകും. പിണറായി പണ്ട് പറഞ്ഞത് ഞങ്ങളെല്ലാം ശരിയാക്കുമെന്നാ പറഞ്ഞേ. പിന്നെ പിണറായിക്ക് താങ്ങി കൊടുക്കാൻ നമ്മുടെ ആ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ സിനിമയിലെ അമ്മ നടി, എന്തോ ലളിതയോ, KPS ലളിത. KPS ലളിത പറഞ്ഞ് നിങ്ങൾ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേര് ഇപ്പൊ ശരിയാക്കി തരാമെന്ന്. ദൈവമേ, എത്ര കൊല്ലമായിട്ട് നമ്മൾ ജനങ്ങള് അനുഭവിച്ച് ഭണ്ഡാരം അടങ്ങുക. അതിനിടയ്ക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഒത്താലൊരു ഗുഡ് ന്യൂസ് ആണ്. പിന്നെ ഈ CMRL ഇല്ലയോ, CMRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് മിക്കവാറും മോളകത്ത് പോകുന്ന ലക്ഷണമുണ്ട്. ഇവര് പല കോടതികളിൽ പലരുടെ പേര് കേസ് കൊടുത്ത്. പക്ഷെ പിന്നെ ഡൽഹി ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊടുത്തത് വേറെ ആരെയൊക്കെ കൊണ്ടാണ് കൊടുപ്പിച്ചേക്കുന്നത്. അവിടെ ചെന്നപ്പോ അത് നിലനിൽക്കത്തില്ലെന്ന് മനസ്സിലായി, രക്ഷയില്ലാതായി പോയി. പിന്നെ നമുക്ക് നോക്കാം എന്താണ് വാക്കിംഗ് ആണെന്നാ നോട്ട് വാക്കിംഗ് ആണെന്ന് അറിയാവില്ല. പിന്നെ സ്വാധീനം ഒരു പ്രധാന ഘടകമാണ്. അല്ല, ഡൽഹി ഹൈക്കോടതിയിലൊന്നും പോയി ഇവർക്ക് സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ സുപ്രീം കോടതി ചിലപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. ഡൽഹി ഹൈക്കോടതിയിലൊന്നും നടക്കാൻ പോകുന്നില്ല. സുപ്രീം കോടതിയിലൊക്കെ സ്വാധീനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ 38-40 തവണ ഈ കേസ് ഇങ്ങനെ നീട്ടി വെക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത്
രാജ്യത്തെ അംഗീകൃത പൗരന്മാരാണല്ലോ നമ്മള്. തീർച്ചയായിട്ടും. നിങ്ങൾ കാക്കന്മാരെ നമ്മൾ അങ്ങനെ പെടുത്തുന്നില്ല കേട്ടോ. നിങ്ങൾ വർത്തന്മാര്. പണ്ട് ഞങ്ങളുടെ സമുദായങ്ങളിൽ നിന്നൊക്കെ പോയാണ് നിങ്ങൾ കാക്കന്മാരായതെന്നുണ്ടെങ്കിലും അതൊരു തുണിയില്ലാത്ത സത്യമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നില്ല. മുല്ലപ്പൂമ്പൊടി കയറ്റി കൊടുക്കും, കല്ലിനും ഇല്ലാത്ത സൗകര്യം ഇല്ലല്ലോ. അതെ, നമ്മൾ ഇതിനോടല്ലേ ഉള്ളൂ ആവാസം. അല്ല, അത് മര്യാദക്കൊക്കെ നിന്നാ ഞങ്ങള് കൂടെ കൂട്ടും. മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ച് പാകിസ്ഥാനിൽ പറഞ്ഞു വിടും. പാകിസ്ഥാനിലുള്ളവർ ഇങ്ങോട്ടും വരും. അപ്പൊ പാകിസ്ഥാനിലുള്ള കയറും. ഞങ്ങള് ഈ നുഴഞ്ഞുകയറ്റം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ തോക്കുണ്ട്. നുഴഞ്ഞുകയറ്റം പണ്ട് ഈ പിന്നെ തീവ്രവാദമൊക്കെ രൂക്ഷമായി നിന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെയാണ് ഇത് അങ്ങനെ രൂക്ഷമായിട്ട് നടന്നത്. ഇപ്പൊ അതൊന്നും മോദി സമ്മതിക്കത്തില്ല, അക്കാര്യം ഉറപ്പാ. ഇപ്പൊ നുഴഞ്ഞു കയറാൻ വന്നു കഴിഞ്ഞാൽ അരിപ്പയാകും. ബോർഡറിൽ നിന്ന് കയറാൻ ഞാനിപ്പോ ചോദിക്കട്ടെ, നമ്മുടെ പിന്നെ ഒരു എക്സാമ്പിള്, നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ നമ്മൾ ഇപ്പൊ ക്രോസ് ചെയ്ത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് വരുന്ന ഭാഗം. ഇവിടെ 1,000 ചെക്ക് പോസ്റ്റുകളില്ലേ? പക്ഷെ എന്നിട്ട് ഈ കഞ്ചാവും കള്ളക്കടത്തും എല്ലാം ഇതുവഴിയാണ് നടക്കുന്നത്. ഈ റോഡിൽ തന്നെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ബോർഡറും സൗകര്യങ്ങളും രണ്ടു കൂട്ടരുടെയും പോലീസും പട്ടാളവും സർവരും നിപ്പുണ്ടെങ്കിൽ പോലും അതിനിടയ്ക്കൂടെ കലാപരിപാടി നടക്കും. ശരി, അപ്പൊ നമുക്ക് സിറ്റിയിലോട്ട് എത്തി. അപ്പൊ അത് ചെങ്കോട്ട സിറ്റിയിലെത്തി. ഗിയറ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടുകൊണ്ട് അങ്ങനെ വന്നു സൗണ്ട്. ഇവിടെ ബോർഡർ അതിന് മുമ്പിൽ കൊണ്ട് അട വെക്കുന്നത്. ചിലപ്പോൾ വേണേൽ ഇവര് വിചാരിക്കും നമ്മൾ ചീത്ത വിളിച്ചായിരിക്കും കണ്ട് വേണേൽ അടിയും കൊണ്ട് വരും. ഈ പാലം കഴിഞ്ഞ മഴയത്ത് ഒഴുകി പോയത് കേട്ടോ. പാലം പോയില്ല, ആക്ച്വലി അപ്രോച്ച് റോഡ്, ഇതിന്റെ അപ്രോച്ച് ഭാഗങ്ങൾ അതുകൊണ്ട് അവിടെ പുതിയ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഡാം പൊട്ടിപ്പോയതാ. ഭയങ്കര ഒഴുക്കല്ല ഇത് കണ്ടു പോയത്. ഇവിടുത്തെ ഈ സൈഡാ പോയത്. അതെല്ലാം അവര് കെട്ടി ബ്ലോക്ക് ചെയ്ത്. അത് അപ്രോച്ച് റോഡും അല്ല, ഈ പാലത്തിന്റെ അടിയിലെ കെട്ടില്ലയോ, അതിന്റെ മേളിലെ കോൺക്രീറ്റ് വെക്കുന്നത്, ആ സാധനം ഒഴുകി പോയത്. അതുകൊണ്ട് അന്ന് ഇതിലെ വണ്ടി വിടാൻ കാര്യം. പിന്നെ ഇതിലെ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പാലം ഇരുന്ന് പോകത്തില്ലേ. അതിപ്പോ അവര് താഴേന്ന് കോൺക്രീറ്റ് ചെയ്ത് കല്ല് കെട്ടി ഫില്ല് ചെയ്ത് ഒട്ടിച്ചു വെച്ചു. രണ്ടുപടി ഒരു പാലമുണ്ട്. ഇത് പണ്ട് പണിയുമ്പോഴൊക്കെ ഞാൻ ഇതിലൂടെ ഒക്കെ പോകുന്നത്. അന്ന് അപ്പുറത്തൂടെ ആയിരുന്നു റോഡ് വെട്ടി കക്കണ്ടത്തിൽ കൂടെ. ചേട്ടാ ആ പുറകെ ഇരിക്കുന്ന കൊച്ചു കൈ വായി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് കൊച്ചു കുഞ്ഞാണ്, നമുക്ക് അറിയത്തില്ല അത് വെച്ചാലത്തെ ഇതോ അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കൈ വായി വെച്ചുകൊണ്ടിരിക്കുന്ന ശീലമാകുമെന്നൊന്നും അതിനറിയത്തില്ല. അത് ഉമ്മാ വെക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ അത് വിലക്കണം. ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് വായി വെക്കാൻ ഒരു നിബിള് പോലൊരു സാധനം മേടിച്ചു കൊടുക്കും. ഇവിടെ നിന്നല്ലേ, നമ്മുടെ നാട്ടിലെ പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യും. അത് മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അത് വലിയ പ്രാധാന്യം കൊടുക്കാത്തതുണ്ട്. പക്ഷെ അത് വളർന്നു കഴിയുന്ന ഉടനെയാണ് അതിന് പ്രാധാന്യം വരുന്നത്. പിള്ളേർ ഇത് തന്നെ ചെയ്തുകൊണ്ട് നടക്കും റോഡുകളെ. അന്നേരം മാനമുള്ളവരത് തൊലിയിരിക്കും. അവിടെതാ